ഹലോ ഓൾ വെൽക്കം ടു കേരള സ്റ്റോക്ക് മാർക്കറ്റ്. അപ്പോൾ ഇന്നത്തെ പ്രീ മാർക്കറ്റ് വീഡിയോയിലേക്ക് സ്വാഗതം. സോ എല്ലാവരും നല്ല പ്രോഫിറ്റബിൾ ആയിട്ടാണ് ഡേയ്സ് കൊണ്ടുപോകുന്നത് ഞാൻ വിശ്വസിക്കുകയാണ്. അപ്പോൾ നമുക്ക് അതുപോലെ തന്നെ ഇന്ന് ഗ്ലോബൽ മാർക്കറ്റ് പരിശോധിക്കാം. ശേഷം നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി ലെവൽസ് ആൻഡ് സ്റ്റോക്സ്, ഫോക്കസിലുള്ള സ്റ്റോക്സ് ഏതൊക്കെയാണെന്ന് നമുക്ക് പരിശോധിക്കാം. ഓക്കെ, അപ്പോൾ ഗ്ലോബൽ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ ഡോ ജോൺസ് ഫ്യൂച്ചറും S&P 500 ആൻഡ് നാസ്ഡാക്ക് സ്ലൈറ്റ്ലി പോസിറ്റീവിലാണ് ട്രേഡ് ചെയ്യുന്നത്. ആൻഡ് ന്യൂട്രൽ ടു പോസിറ്റീവ് എന്ന രീതിയിൽ നമുക്ക് പറയാം. വലിയ ബുള്ളിഷ് മൊമെന്റം എന്ന് ഞാൻ പറയുന്നില്ല, മറിച്ച് ഒരു ബെയറിഷ്നെസ് നിലവിലില്ല, മറിച്ച് ഒരു ന്യൂട്രൽ, ഒരു കൺസോളിഡേഷൻ ഫേസിലേക്കൊക്കെ മാർക്കറ്റ് നിൽക്കുമായിരിക്കും എന്നുള്ള ഒരു സൂചന നമുക്ക് S&P ആൻഡ് നാസ്ഡാക്ക് നോക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ട്. ആൻഡ് ഗിഫ്റ്റ് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ നിലവിലെ അവസ്ഥയിൽ ഒരു ലൈറ്റ്ലി പോസിറ്റീവ് ആണ്. സോ മേ ബി നമുക്കൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ്, സ്ലൈറ്റ് ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങിനുള്ള സാധ്യതയുണ്ട്. ആൻഡ് US മാർക്കറ്റ്സിന്റെ ഒരു എന്താ പറയുക, ഒന്ന് സ്റ്റേബിൾ ആയി കഴിഞ്ഞാൽ അത് ബാക്കി മാർക്കറ്റ്സിന് അതൊരു ഗുണകരമായിട്ട് രീതിയിൽ പ്രവർത്തിക്കാനായിട്ട് സാധ്യതയുണ്ട് അല്ലേ. അപ്പോൾ ആൻഡ് ജാപ്പനീസ് മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ വലിയ ക്രാഷിനൊക്കെ ശേഷമുള്ള ഒരു ബുള്ളിഷ്നെസ് ഇപ്പോൾ നിലവിലുണ്ടെന്നാണ്. ആൻഡ് കൊമോഡിറ്റീസ് നോക്കുകയാണെങ്കിൽ ബ്രന്റ് ക്രൂഡ് ഡൗൺ ആണ്, ഗോൾഡ് ലൈറ്റ്ലി പോസിറ്റീവ് ആണ്, ആൻഡ് ക്രൂഡ് ഓയിൽ ലൈറ്റ്ലി നെഗറ്റീവ് ആണ്. ഗോൾഡ് അപ്സൈഡ് നിൽക്കുന്നുണ്ടെന്നുള്ള കാര്യം നിങ്ങൾ മറക്കാതെ ഒരു മൈൻഡിൽ എപ്പോഴും വച്ചേക്കുക. ഓക്കെ, ആൻഡ് നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി ലെവൽസ് നോക്കാം. ആൻഡ് നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ നിഫ്റ്റി നമുക്ക് എന്താണ് നടന്നതെന്ന് നമുക്ക് പരിശോധിക്കാം. മോസ്റ്റ്ലി കുറച്ച് തൊട്ടാണ് സെപ്റ്റംബർ 25 തൊട്ട് തന്നെ ഒരു ബുള്ളിഷ് മൊമെന്റം നിഫ്റ്റിയിലുണ്ടായിരുന്നു. സ്ലൈറ്റ്ലി ഉള്ള മൂവ്മെന്റ് അപ്സൈഡിലോട്ട് നിഫ്റ്റി തന്നുകൊണ്ടേയിരിക്കുകയായിരുന്നു അല്ലേ. അപ്പൊ നിഫ്റ്റിയുടെ ഡേ ചാർട്ട് നോക്കിയാൽ നമുക്കറിയാം എത്ര % മൂവാണ് തന്നത്, ഒരു 5.97 അല്ലെങ്കിൽ മോസ്റ്റ്ലി 6% മൂവ്മെന്റ് നിഫ്റ്റി തന്നു. സോ അതിനുശേഷം മാർക്കറ്റ് ചെറിയൊരു പ്രോഫിറ്റ് ബുക്കിംഗ് നടത്തിയാൽ അത് ചെറിയൊരു സ്വാഭാവികമായ പ്രക്രിയയാണെന്ന് മാത്രം നമ്മൾ കണ്ടാൽ മതി. ആൻഡ് 25,690 എന്നുള്ള റേഞ്ചിലേക്ക് മാർക്കറ്റ് മേ ബി റീടെസ്റ്റ് ചെയ്താൽ നമ്മൾ അത്ഭുതപ്പെടേണ്ടതായിട്ടൊന്നുമില്ല, മറിച്ച് കാര്യം ഇത്രയും വലിയ ബുള്ളിഷ് മൊമെന്റ് തന്ന ശേഷം മാർക്കറ്റ് പോസ്റ്റ് ചെയ്യുന്നത് സ്വാഭാവികമാണ് അല്ലേ. അവന്റെ നമുക്കിപ്പോൾ ഒരു 4 അവർ ചാർട്ട് ഇന്നലത്തെ എടുത്ത് നമ്മൾ നോക്കിയാൽ ഇന്നലത്തെ അവസാനത്തെ 4 മണിക്കൂറിലെ ചാർട്ട് നോക്കിയാൽ നമുക്കറിയാം നിഫ്റ്റിയിൽ നല്ല രീതിയിലുള്ള സെല്ലിംഗ് നടന്നിട്ടുണ്ടായിരുന്നു എന്ന്. സോ ഒരു കറക്ഷനും മേ ബി നമുക്ക് എക്സ്പെക്ട് ചെയ്യുന്നതിൽ തെറ്റൊന്നുമില്ല. ആൻഡ് 1 അവർ ചാർട്ട് ആൻഡ് 50 മിനിറ്റ്സും കൂടെ നമുക്ക് നോക്കാം. ഇൻട്രാഡേ ലെവൽസും കൂടെ നമുക്കൊന്ന് പരിശോധിക്കാം നിഫ്റ്റിയിൽ. സോ നമുക്കറിയാം ഒരു പ്രോപ്പർലി ഉള്ള ഒരു സെല്ലിംഗ് നമുക്കിവിടെ മാർക്കറ്റ് തന്നിട്ടുണ്ട്. അതായത് ഇന്നലത്തെ ഹൈ എന്ന് പറഞ്ഞാൽ നോക്കി, ഇന്നലത്തെ ഹൈയിൽ നിന്ന് മാർക്കറ്റ് നല്ല രീതിയിലുള്ള സെല്ലിംഗ് തന്നിട്ടുണ്ട്. ആൻഡ് അവിടെ ഈ ഒരു ഏരിയയിൽ നിന്ന് പോയി മാർക്കറ്റ് ഡൗൺ സൈഡ് വന്ന ശേഷം മാർക്കറ്റ് വീണ്ടും ആ ഒരു ഹൈ ടെസ്റ്റ് ചെയ്താണ് താഴോട്ട് വന്നിരിക്കുന്നത്. സോ പ്രോപ്പർലി മാർക്കറ്റ് ഒരു കറക്ഷൻ ആണ് ഇന്നലെ തന്നത്. സോ അടുത്തത് മാർക്കറ്റിൽ എവിടെയൊക്കെ ഒരു ഡിമാൻഡ് ഏരിയാസ് ഹോൾഡ് ചെയ്യാൻ സാധ്യതയുണ്ടെന്ന് ചോദിച്ചാൽ ഇതൊരു ഡിമാൻഡ് ഏരിയ ആയിട്ട് നിൽക്കാൻ സാധ്യതയുണ്ട്. 25,800 എന്നുള്ള ഒരു സോണ് മാർക്കറ്റ് ഡിമാൻഡ് ഏരിയ ആയിട്ട് ഹോൾഡ് ചെയ്യാൻ സാധ്യതയുണ്ട്. മേ ബി മാർക്കറ്റിന് ഇനിയും ബയേഴ്സ് വളരെ ആക്റ്റീവ് ആണെങ്കിൽ ഈ ഏരിയയിൽ നിന്ന് മാർക്കറ്റ് അപ്സൈഡ് പോകാനുള്ള സാധ്യതയുണ്ട്. ആൻഡ് മാർക്കറ്റിൽ കുറച്ചും കൂടെ കറക്ഷൻ പെൻഡിങ് ആണ് എന്നാണ് നമുക്ക് കരുതേണ്ടതെങ്കിൽ മാർക്കറ്റ് 25,600 എന്നുള്ള റേഞ്ച് ടെസ്റ്റ് ചെയ്താൽ അത്ഭുതപ്പെടേണ്ടതില്ല. അതൊരു 15 മിനിറ്റിൽ തന്നെ നമുക്കറിയാം അതൊരു ഡിമാൻഡ് ഏരിയ ആയിട്ട് വർക്ക് ചെയ്യാനുള്ള സാധ്യതയുണ്ട് എന്ന് നമുക്ക് ഏകദേശം മനസ്സിലാവുന്നുണ്ട്. ആൻഡ് ലൈറ്റ്ലി നമുക്ക് ഇനിയിപ്പം അതിനുശേഷം മാർക്കറ്റിന് കൂടുതൽ ഹോൾഡ് ഓൺ ചെയ്യാൻ കഴിയുന്ന മേഖല എന്ന് പറയുന്നത് 25,000 ആണ്. ഈ 25,400 എന്നുള്ള റേഞ്ച് മേ ബി ഒരു മാർക്കറ്റ് ഹോൾഡ് ചെയ്യാൻ സാധ്യതയുണ്ട്. ആൻഡ് അടുത്തൊരു സോൺ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു 25,500 റേഞ്ച്. ഈ റേഞ്ച് വരെയൊക്കെ കറക്ഷൻ തന്നാൽ, മാർക്കറ്റ് ക്രാഷ് എന്നുള്ള രീതിയിൽ ഞാൻ പറയത്തില്ല, മറിച്ച് ഒരു ഗ്രാജുവൽ ആയിട്ടുള്ള കറക്ഷൻ ആയിരിക്കും മാർക്കറ്റ് തരുന്നതെന്ന് മാത്രമേ കരുതത്തുള്ളൂ. കാര്യം അത്രയും വലിയ, അതായത് ഞാൻ ഒന്നുകൂടെ സൂചിപ്പിക്കാം, മാക്സിമം എത്ര പോയിന്റാണ് മാർക്കറ്റ് അപ്സൈഡ് തന്നത്. മാർക്കറ്റ് ഈ ഒരു ഏരിയയിൽ നിന്ന് മാർക്കറ്റ് മോസ്റ്റ്ലി 5% മൂവ്മെന്റ് തന്നിട്ടുണ്ട്. 6% അപ്സൈഡ് തന്ന ശേഷം മാർക്കറ്റ് ഒരു കറക്ഷൻ തന്നാൽ അതൊരു സ്വാഭാവിക കറക്ഷനാണ്, മറിച്ചൊരു ഡൗൺ ട്രെൻഡിന്റെ സൂചനയായിട്ട് ഞാൻ കണക്കാക്കത്തില്ല. മറിച്ച് ഇത്രയും ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് മാർക്കറ്റ് നടത്തുന്നുള്ള രീതിയിൽ മാത്രമേ ഞാൻ കാണത്തുള്ളൂ. ഏതുവരെയൊക്കെ ആയിരിക്കും 25,422 വരെയൊക്കെ മാർക്കറ്റ് കറക്റ്റ് ചെയ്താൽ ഓക്കെ, ഞാനൊരു ബുള്ളിഷ് മൈൻഡ് സെറ്റിൽ തന്നെ മാർക്കറ്റ് തുടരുക തന്നെ ചെയ്യും. മറിച്ച് ഏത് ഏരിയയിൽ നിന്നാണ് ഈ ഒരു ഏരിയയും കൂടെ ബ്രേക്ക് ചെയ്ത് താഴെ വരികയാണെങ്കിൽ, 25,420 എന്നുള്ള ഏരിയയും കൂടെ ബ്രേക്ക് ചെയ്ത് താഴെ വരികയാണെങ്കിൽ ഞാൻ കുറച്ച് കോഷ്യസ് ആയിട്ടായിരിക്കും ട്രേഡ് ചെയ്യുക. സോ ഈ ഏരിയ വരെ ഞാൻ നോർമൽ മൈൻഡ് സെറ്റിൽ മാർക്കറ്റിൽ സ്ട്രെങ്ത്തോടെ തന്നെ ഞാൻ സ്വിംഗ് ട്രേഡ്സ് എല്ലാം ഹോൾഡ് ചെയ്യും. മറിച്ച് ഈ ഏരിയ ബ്രേക്ക് ചെയ്ത് താഴെ പോവുകയാണെങ്കിൽ കുറച്ച് കോഷ്യസ് ആണ്. ഓക്കെ, ഈ ഏരിയ വരികയാണെങ്കിൽ കുറച്ച് കോഷ്യസ് ആയിട്ടിരിക്കും. ഓക്കെ, ഇതാണ് എൻ്റെ നിഫ്റ്റിയിലെ ഒരു നിലപാട് ഇന്നത്തെ ദിവസത്തിൽ. ആൻഡ് ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയിൽ നിങ്ങൾക്കറിയാം സ്ട്രക്ചറലി വളരെ പോസിറ്റീവാണ്. കണ്ടില്ലേ, മാർക്കറ്റ് അപ്സൈഡ് മൊമെന്റം കുറച്ചധികം ദിവസമായിട്ട് തന്നു. ഈ ഒരു ഏരിയയിൽ നിന്ന്, ഈ ഡൗൺ സൈഡിൽ നിന്ന് മാർക്കറ്റ് മോസ്റ്റ്ലി 8% മൂവ്മെന്റ് തന്നു. സോ 8% മൂവ്മെന്റ് തന്ന സ്ഥിതിക്ക് ചെറിയൊരു കറക്ഷൻ നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്. ഇത്രയും പേര് അത്രയും ഒരു ചെറിയൊരു പ്രോഫിറ്റ് ബുക്കിംഗ് നമുക്ക് കിട്ടിയില്ലെങ്കിൽ മാത്രമേ അത്ഭുതപ്പെടേണ്ടതുള്ളൂ. മേ ബി ഒരു ചെറിയ കറക്ഷനുള്ള സാധ്യത മാർക്കറ്റിൽ ബാങ്ക് നിഫ്റ്റിയിലും കാണുന്നുണ്ട്. ആൻഡ് ബാങ്ക് നിഫ്റ്റിയിൽ ഒരു മൈനർ ലെവൽസ് ഞാൻ പരിശോധിക്കുകയാണെങ്കിൽ നമുക്ക് ഓക്കെ പറയാം, ഒരു 56,000 നമുക്കിവിടെ നോക്കിയാൽ തന്നെ അറിയാം കുറേ ചെറിയ കറക്ഷൻ പെൻഡിങ് ആയിട്ടുണ്ട്. സ്ട്രക്ചർ ബേസ് നോക്കുകയാണെങ്കിൽ തന്നെ ഒരു
ഒരു സെല്ലിംഗ് ചാൻസ് സാധ്യത മാർക്കറ്റിലുണ്ട്. ആൻഡ് മാർക്കറ്റ് ഈ ഒരു ഏരിയ ഹോൾഡ് ചെയ്യുന്നില്ലെങ്കിൽ, ഈ ഒരു ബ്ലൂ ലൈൻ ഹോൾഡ് ചെയ്യുന്നില്ല എന്നാണെങ്കിൽ മാർക്കറ്റ് ഈ ഒരു ഏരിയയിലേക്ക് ഒരു റീടെസ്റ്റിംഗ് എത്താനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, 57,400. സോ ഈ ഒരു റേഞ്ച് വരെയൊക്കെ മേ ബി മാർക്കറ്റിന് ഒരു ടെസ്റ്റിംഗ് സാധ്യത നമുക്ക് കണക്കാക്കാം. ആൻഡ് ഈ ഒരു ഏരിയയാണ് മേജർ സപ്പോർട്ട് 56,780. ഈ ഒരു ഏരിയ വരെയൊക്കെ കറക്ഷൻ ആണെങ്കിൽ ഞാൻ മേ ബി ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് ഞാൻ ഒരു ബുള്ളിഷ് മൈൻഡ് സെറ്റ് തന്നെ ആയിരിക്കും ആ ഒരു ഏരിയ വരെയുള്ള കറക്ഷൻ. ഓക്കെ, കാര്യം ഒരു വലിയ ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയിരുന്നു. അപ്പോൾ ഈ ഏരിയ വരെയുള്ള 56,700 എന്നുള്ള ഏരിയ വരെയുള്ള കറക്ഷൻസ് ഞാൻ ബാങ്ക് നിഫ്റ്റിയിൽ വന്നാൽ ഓക്കെ, ഞാൻ ബുള്ളിഷ് മൈൻഡ് സെറ്റ് തന്നെ തുടരും. മറിച്ച് അല്ലാത്ത പക്ഷം ഈ ഏരിയ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ മാത്രം ഞാൻ ഒരു ഡൗൺ സൈഡ് മെന്റാലിറ്റിയിലേക്ക് അല്ലെങ്കിൽ വീണ്ടും കോഷ്യസ് സ്റ്റേറ്റിലേക്ക് ഞാൻ പോകുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട സ്റ്റോക്സ് ഏതൊക്കെ ഉണ്ടെന്ന് പരിശോധിക്കുകയാണെങ്കിൽ ഇന്ന് കുറച്ചധികം സ്റ്റോക്സിന്റെ റിസൾട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ റിസൾട്ട് വരുന്നുണ്ട്. അപ്പോൾ അതായത് ഡോക്ടർ റെഡ്ഡി, SBI ലൈഫ് ഇൻഷുറൻസ്, ITC ഹോട്ടൽ, കൊഫോർച്ച്, ആദിത്യ ബിർള സൺ ലൈഫ് AMC, ബ്രിഗേഡ് ഹോട്ടൽ വെഞ്ചേഴ്സ്, ജിൻകുശാൽ ഇൻഡസ്ട്രീസ്, ലൈറ്റ് ആൻഡ് വ്യൂ അനാലിറ്റിക്സ്, NACL ഇൻഡസ്ട്രീസ്, SBI കാർഡ്സ് ആൻഡ് പേയ്മെന്റ് സർവീസസ്, ശാന്തി ഗിയസ്, സിയാച്ചി, സുപ്രീം പെട്രോകം ആൻഡ് വക്കറാങ്കി എന്ന് പറയുന്ന സ്റ്റോക്കുകളുടെ റിസൾട്ട് വരുന്നുണ്ട്. സോ എല്ലാവരും കോഷ്യസ് ആയിട്ട് മാത്രം ഇരിക്കുക. ഈ സ്റ്റോക്സ് ഹോൾഡ് ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ ഇതിന്റെ റേഞ്ചസ് ഒക്കെ ഒന്ന് പരിശോധിച്ച് മാത്രം ട്രേഡിലിരിക്കുക. അത് ഒക്ടോബർ 25 വേറെ റിസൾട്ട് വരുന്നുണ്ട്. കൊട്ടാക് മഹീന്ദ്ര, പേസ് ഡിജിടെക്, പിന്നെ സേഷായി പേപ്പേഴ്സ്, സെൻ ടെക്നോളജീസ്, ഹൈ എനർജി ബാറ്ററീസ്, ഇന്ത്യ മണി ബോക്സ് ഫിനാൻസ്, ഇങ്ങനെ പല സ്റ്റോക്കുകളിലും റിസൾട്ട് വരുന്നുണ്ട്. സോ റിസൾട്ട് വന്ന സ്റ്റോക്കുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ കോൾഗേറ്റിന്റെ റിസൾട്ട് വന്നിട്ടുണ്ട്. മോസ്റ്റ്ലി ഒരു ഫ്ലാറ്റ് റിസൾട്ട് എന്ന് പറയാം. പ്രോഫിറ്റിൽ സ്ലൈറ്റ്ലി ഒരു കുറവ് വന്നിട്ടുണ്ട്, റവന്യൂവിലും കുറവ് വന്നിട്ടുണ്ട്. ബട്ട് അത്രയും വലിയ പേടിപ്പെടുത്തുന്ന കാര്യങ്ങളൊന്നുമില്ല, ലൈറ്റ്ലി ഉള്ള കുറവ് വന്നിട്ടുണ്ട്. ആൻഡ് കമ്പനി ഒരു ഇൻകം ഡിവിഡൻഡ് പ്രഖ്യാപിച്ചുകൊണ്ട് 24 രൂപയാണ് ഡിവിഡൻഡ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഒരു ഷെയറിന് 24 രൂപ. അതൊരു നല്ലൊരു ഡീലാണ് കോൾഗേറ്റിനെ സംബന്ധിച്ച്. ഓക്കെ, പിന്നെ സാഗർ സിമന്റ്സ് ആണെങ്കിൽ ലോസ് കുറച്ചിട്ടുണ്ട്. 56 കോടിയായിരുന്ന ലോസ് 44 കോടിയിലായിട്ട് അവർ കുറച്ചിട്ടുണ്ട്. അതൊരു പോസിറ്റീവ് കാര്യമാണ്. റവന്യൂവിൽ വർധനവ് ഉണ്ടായിട്ടുണ്ട്. സോ സാഗർ സിമന്റ്സ് നമുക്കൊന്ന് ഫോക്കസ് ചെയ്യുന്നതുകൊണ്ട് തെറ്റില്ല. PTC ഇന്ത്യയെ സംബന്ധിച്ച് റവന്യൂ കുറഞ്ഞിട്ടുണ്ട്, ബട്ട് പ്രോഫിറ്റ് സർച്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ സൗത്ത് ഇന്ത്യൻ പേപ്പർ മിൽസിന്റെ റിസൾട്ട് പരിശോധിക്കുകയാണെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് റവന്യൂ ഗ്രോത്ത് നിലവിലുണ്ടെന്നുള്ള കാര്യമാണ് പറയുന്നത്. പിന്നെ പ്രധാനപ്പെട്ട ന്യൂസ് ഉള്ളതെന്ന് പറഞ്ഞാൽ സിർമയിൽ ഒരു പ്രധാനപ്പെട്ട ന്യൂസ് ഉണ്ട്. പ്രീമിയർ എനർജീസും സിർമ XTS ടെക്നോളജിയും കൂടെ ചേർന്ന് ഒരു എഗ്രിമെന്റ്, ഒരു 100% ഓണർഷിപ്പ് കെ സോളാർ എനർജി എന്ന് പറഞ്ഞ ഒരു കമ്പനിയിൽ അക്വയർ ചെയ്യാനായിട്ടുള്ള ഒരു എഗ്രിമെന്റ് നടത്തിയിട്ടുണ്ട്. ഓക്കെ, പിന്നെ ഹീറോ മോട്ടോകോപ്പിന്റെ പ്രധാനപ്പെട്ട ന്യൂസ് ഉണ്ട്. നമ്മൾ പ്രീ മാർക്കറ്റ് വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. ഹീറോ മോട്ടോകോപ്പ് ഇറ്റലി ആൻഡ് സ്പെയിനിലേക്ക് കടന്നു കയറാനായിട്ടുള്ള ശ്രമം തുടങ്ങിയിട്ടുണ്ടെന്നുള്ളത്. ആൻഡ് അതിന്റെ കൂടെ തന്നെ UK മാർക്കറ്റിലേക്ക് അവര് MotoGP ആയിട്ട് പാർട്ണർഷിപ്പ് ചെയ്ത് ഒരു എഗ്രിമെന്റ് സൈൻ ചെയ്തിട്ടുണ്ട്. അതായത് ഒരു വണ്ടി ഇറക്കാനും അഡ്വാൻസ്ഡ് Euro 5+ റേഞ്ച് ഹൈലി ആന്റിസിപ്പേറ്റ് ചെയ്യുന്ന ഹങ് 440 എന്നുള്ള ഒരു ബൈക്ക് ഇറക്കുന്നതിനെ കുറിച്ച് ചർച്ചകൾ നടക്കുകയാണ്. UK മാർക്കറ്റിലേക്ക് ഹീറോ മോട്ടോകോപ്പിന്റെ എൻട്രി വളരെ പോസിറ്റീവായിട്ടാണ് ഞാൻ കാണുന്നത്. ഓക്കെ, പിന്നെ ഒരു പ്രധാനപ്പെട്ട ന്യൂസ് ഉള്ളത് NTPC ഗ്രീൻ എനർജിയാണ്. കമ്പനി ഹാസ് അനൗൺസ്ഡ് ദ കൊമേഴ്ഷ്യൽ ഓപ്പറേഷൻ ഓഫ് 9.9 മെഗാവാട്ട് വിൻഡ് കപ്പാസിറ്റി ഇൻ ഭുജ്, ഗുജറാത്തിലെ ഒരു 9.9 മെഗാവാട്ട് വിൻഡ് കപ്പാസിറ്റി ഉള്ള പ്രൊജക്ടിന്റെ കമ്മീഷനിങ്ങിനെ സംബന്ധിച്ചുള്ള ന്യൂസ് പുറത്തു വന്നിട്ടുണ്ട്. സോ NTPC ഗ്രീൻ അതൊരു പോസിറ്റീവ് ന്യൂസ് ആണ്. പിന്നെ ഡിഫറൻറ്റ് സ്റ്റോക്കുകൾ നമുക്കിന്ന് ഫോക്കസ് ചെയ്യാം. മാസ് സ്റ്റോക്ക്, BEL തുടങ്ങിയ സ്റ്റോക്സ് നമുക്കിന്ന് ഫോക്കസ് ചെയ്യാം. കാര്യം ഗവൺമെന്റ് ഡിഫൻസ് അക്വിസിഷൻ കൗൺസിൽ 79,000 കോടിയുടെ പ്രൊജക്ടിന് അനുമതി കൊടുത്തിട്ടുണ്ട് ആംഡ് ഫോഴ്സിന് വേണ്ടിയിട്ട്. സോ അതിൻ്റെതായ ഗുണം നമുക്ക് ഡിഫൻസ് സ്റ്റോക്കുകളിൽ ഇന്നുള്ള മൂവ്മെന്റ് അല്ലെങ്കിൽ വരുന്ന ദിവസങ്ങളിലും വീക്കുകളിലും അതിന്റെ ഒരു മൂവ്മെന്റ് നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ, പിന്നെ പ്രധാനപ്പെട്ട ന്യൂസ് ശ്രദ്ധിക്കേണ്ടത് ഹൈവേ ഇൻഫ്രാസ്ട്രക്ചറിന്റെ ഒരു പ്രധാനപ്പെട്ട ന്യൂസ് ഉണ്ട്. 11.76 കോടിയുടെ ഒരു ഓർഡർ നാഷണൽ അതോറിറ്റി ഓഫ് ഇന്ത്യയിൽ നിന്ന് ഹൈവേ ഇൻഫ്രാസ്ട്രക്ചറിന് കിട്ടിയിട്ടുണ്ട്. ലെറ്റർ ഓഫ് അവാർഡ് കൊടുത്തിട്ടുണ്ടെന്നുള്ള ന്യൂസ്. ഇന്ന് ഇത്രയുമാണ് പ്രധാനപ്പെട്ട സ്റ്റോക്സ് ന്യൂസും ഉള്ളത്. ബട്ട് ഡോക്ടർ റെഡ്ഡി പോലുള്ള പ്രധാനപ്പെട്ട കമ്പനികളുടെ റിസൾട്ട് വരുന്നുണ്ട്, SBI കാർഡ്സ് റിസൾട്ട് വരുന്നുണ്ട്. സോ ഇതുപോലുള്ള ന്യൂസുകളും നിലവിൽ ഉണ്ട്. സോ നമുക്കിന്ന് പ്രീ മാർക്കറ്റ് നമുക്കിവിടെ അവസാനിപ്പിക്കാം. മറിച്ച് പോസ്റ്റ് മാർക്കറ്റിൽ ഇന്നത്തെ മൂവ്മെന്റ്സ് പരിശോധിച്ച ശേഷം വരുന്ന ദിവസങ്ങളിലെ നിഫ്റ്റിയിൽ പോസിറ്റീവ് ആയിട്ട് പോകണം, അതോ നെഗറ്റീവ് സൈഡിൽ തന്നെ നിൽക്കണോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് തീരുമാനം എടുക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും സ്റ്റോക്സ് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ചെയ്യാം. വരുന്ന ഈ വൈകിട്ടത്തെ വീഡിയോയിൽ അതെല്ലാം ഉൾപ്പെടുത്തി ഞാൻ നിങ്ങളുടെ ഡൗട്ട്സ് എല്ലാം ക്ലിയർ ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ താങ്ക് യു.